എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ മുട്ടത്തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇന്ന് മുട്ടത്തോരനിൽ നമ്മളൊരു സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കുന്നുണ്ട്. അതാണ് മത്തൻ്റെ പൂവ്. നമ്മളൊരു 10 മത്തൻ്റെ പൂവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടിയതാണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. എന്തെങ്കിലും പൊടിയോ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കഴുകുക. അതുപോലെ തന്നെ അതിൻ്റെ തണ്ടും ഒക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് വൃത്തിയായിട്ട് എടുക്കാം. ഈ മത്തൻ്റെ പൂവ് പോലെ തന്നെ നിങ്ങൾക്ക് മുരിങ്ങ പൂവും വെച്ചിട്ടും ഇതേ രീതിയിൽ തോരൻ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നമ്മളിതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. വളരെ ഗുണങ്ങളുള്ളതാണ് മത്തൻ്റെ പൂവ്. ഇത് കൂടാതെ നമ്മളൊരു സവാളയും 2 പച്ചമുളകും പിന്നെ വേണ്ടത് മുട്ടയുമാണ്. മുട്ട ഒരു 3 മുട്ട എടുക്കുന്നുണ്ട് തോരന് വേണ്ടിയിട്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഒരു പാത്രം ഒന്ന് ചൂടായി വന്നപ്പോൾ നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. ഇതിലേക്ക് കടുകും അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കറിവേപ്പിലയും പിന്നെ കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചെറുകിയതും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. തേങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തേങ്ങ ഒന്ന് ചതച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തൻ്റെ പൂവാണ് ചേർക്കുന്നത്. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. മത്തൻ്റെ പൂവ് ചേർത്തിട്ട് ഒന്ന് ഇളക്കുക. അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. നല്ല ടേസ്റ്റിയാണ് ഈ മത്തൻ്റെ പൂവ് വെച്ചിട്ട് തോരനൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ മത്തൻ്റെ പൂവൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി അത് എല്ലാ സൈഡിലേക്കൊന്ന് മാറ്റിയിട്ട് നടുക്കായിട്ട് നമുക്കിനി മുട്ട ഒഴിച്ചു കൊടുക്കാം. നമ്മളൊരു 3 മുട്ട കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ബീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് ചേർത്ത് കൊടുത്തു. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു മുട്ട ചെറുതായിട്ടൊന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് ചിക്കി തോത്തി എടുക്കുക. ഭയങ്കര ടേസ്റ്റായിട്ടുള്ള തോരനാണ്. കൊച്ചുകുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു തോരനാണ്. അപ്പോൾ അവർക്ക് ചോറൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് തോരനുണ്ടാക്കി കൊടുക്കുക. ഇനി നിങ്ങൾക്ക് മത്തൻ പൂവ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മുരിങ്ങപ്പൂവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി. അല്ലെങ്കിൽ അഗസ്ത്യ ചീരയുടെ പൂവ് ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇനി ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മുരിങ്ങയില ഇട്ടാലും മതി. നല്ല ടേസ്റ്റിയാണ്. മുരിങ്ങയില തോരൻ്റെ റെസിപ്പി നമ്മളിതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്